ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിറ്റ്യൂസ് മീഡിയ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ ഒരേപോലെ ഹൃദയത്തിലേറ്റി ആരാധിക്കുന്ന നമ്മുടെ എല്ലാം ദളപതിയായ സി ജോസഫ് വിജയെക്കുറിച്ചാണ്. അദ്ദേഹം തുടങ്ങിവെച്ച TVK പാർട്ടി ഇന്ന് തമിഴ്നാട് ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറി. അദ്ദേഹത്തിൻ്റെ TVK പാർട്ടിയുടെ ജനനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കാണുവാൻ പോകുന്നത്. ദളപതി വിജയ് വർഷങ്ങളായി തൻ്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം വഴി സാമൂഹിക സേവന പരിവർത്തനങ്ങൾ നടത്തിയിരുന്നു. 2024 ഫെബ്രുവരി 2 ഔദ്യോഗികമായി തമിഴക വെട്രിക്കഴകമെന്ന TVK സംഘടന, അതായത് ഇന്ന് തമിഴ്നാട്ടിൽ ഒരു വലിയ പാർട്ടിയായി മാറിയിരിക്കുന്ന TVK സംഘടന രൂപീകരിച്ചു. ഈ പാർട്ടി മുന്നോട്ട് വെച്ച 2-3 കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെയും മറ്റും അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, പാർട്ടി രൂപീകരിക്കാനുള്ള പ്രധാന കാര്യം അദ്ദേഹം വിജയ് പറഞ്ഞത് അഴിമതിക്കെതിരെയുള്ള നിലപാടാണ്. രണ്ടാമതായി പറഞ്ഞത് ജനകേന്ദ്രീകൃത ഭരണകൂടം, പിന്നെ വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കുമുള്ള മുൻഗണനയും പ്രാധാന്യവും. ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് എടുത്തു പറയേണ്ട കാര്യം യുവജനങ്ങൾക്കുള്ള പങ്കാളിത്തമാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും സമൂഹത്തിലും യുവാക്കൾക്കുള്ള പ്രാധാന്യം. ഇതാണ് വിജയെ ഇന്ന് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ നേതാവും അതേപോലെ തമിഴ്നാട് ഭരിക്കുന്ന CM-ആക്കി മാറ്റാനുള്ള പ്രധാന കാരണം. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ വളർച്ച പ്രഖ്യാപനത്തിന് പിന്നാലെ ആയിരക്കണക്കിന് ആരാധകർ, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി രംഗത്ത് വന്നു. യുവാക്കൾക്കിടയിൽ TVK വലിയ ശ്രദ്ധ നേടി. അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് TVK പാർട്ടിയുടെ സിംബലും അതേപോലെ അവരുടെ പതാകയുടെ നിറവുമാണ്. TVKയുടെ പതാകയിൽ മഞ്ഞയും ചുവപ്പും പ്രധാന നിറങ്ങളാണ്. നടുവിൽ 2 യുദ്ധ ആനകൾ പരസ്പരം നേർക്ക് നോക്കി നിൽക്കുന്ന രൂപകൽപ്പനയാണ് അദ്ദേഹത്തിൻ്റെ എംബ്ലത്തിനുള്ളത്. ആനകൾക്കിടയിൽ വാഗൈ എന്ന ഒരു പൂവും കാണാം. വിജയത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നു. മഞ്ഞ നിറം പ്രത്യാശയും വികസനവും സൂചിപ്പിക്കുന്നതും ചുവപ്പ് സാമൂഹിക നീതിയും പോരാട്ട മനോഭാവവും പ്രതീകമായും പാർട്ടി വിശദീകരിക്കുന്നുണ്ട്. ഇനി തമിഴ്നാട് TVK നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചർച്ച ചെയ്തിരുന്നു. അതിനായിട്ട് പ്രധാനമായി പറയുവാനുള്ളത്, തമിഴ്നാട്ടിലെ ശക്തമായ പ്രാദേശിക പാർട്ടികളായ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതായത് DMK. പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സിനിമയിലെ ജനപ്രീതി രാഷ്ട്രീയത്തെ വിജയമാക്കുമോ അതോ രാഷ്ട്രീയത്തിന് തോൽവിയാകുമോ എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഇന്ന് സി ജോസഫ് വിജയ് മാറി. പ്രശസ്ത ചലച്ചിത്ര താരമായ അദ്ദേഹം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് 2026 മെയ് 10 മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അദ്ദേഹം ഇതോടെ മുന്നോട്ട് വെച്ച പ്രധാന പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് അടുത്തത്. ഗാർഹിക ഉപയോക്താക്കൾക്ക് വൈദ്യുതി 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുമെന്ന പ്രഖ്യാപനത്തിൽ അദ്ദേഹം അന്ന് ഫയലിൽ ഒപ്പുവെച്ചു. അത് ഇന്ന് പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുക മാത്രമല്ല, ഇന്ന് പ്രായോഗികമാക്കുകയും ചെയ്തു. 2 ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുവാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സും സ്ത്രീകൾക്കായി പ്രത്യേക സുരക്ഷാ സേനയും രൂപീകരിച്ചു. ഭരണപരമായ പരിഷ്കാരങ്ങൾ, സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനായി ISRO ശാസ്ത്രജ്ഞനെ നിയമിച്ചു. ഇതിൽ പ്രധാനമായി കാണേണ്ടത് കരൂർ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയും അദ്ദേഹം ഉറപ്പുവരുത്തി എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യം പിറപോക്കും എല്ലാ ഉയർക്കും എന്നതാണ്. ഇതിൻ്റെ അർത്ഥം ജനനം കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്നതാണ്. ഇനി നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ് TVK ഇനി പ്രയോഗത്തിൽ വന്നപ്പോൾ ഇന്ന് തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് മാറി. ഇനി മുമ്പോട്ടുള്ള പ്രതിസന്ധികൾ, അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ. എല്ലാവരും അദ്ദേഹത്തെ പറയാറുണ്ട്, പാർട്ടിയുമായിട്ട് ബന്ധമില്ല, സർക്കാരുമായി ബന്ധമില്ലാത്ത ഒരാൾ സിനിമാ ഫീൽഡിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം സ്വാധീനമാകുമെന്ന് ഇനി നമുക്ക് നേരിട്ട് കാണാം. അദ്ദേഹം ഇപ്പോൾ തന്നെ തമിഴ്നാടിനെ ഒന്ന് രൂപകൽപ്പന ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്കറിയാം, അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഒരു സർക്കാരിന് ഇന്ന് പോലും, നമ്മുടെ സർക്കാരിന് പോലും കഴിയാത്ത പല കാര്യങ്ങളും TVK ചാർജ് എടുത്ത ഉടനെ അദ്ദേഹം തൻ്റെ അണികൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ന് അദ്ദേഹത്തിന് TVK പാർട്ടി അതിശക്തമായിട്ട് തന്നെ പിന്തുണയ്ക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത്. എല്ലാ യുവാക്കളും യുവതികളും ഒരൊപ്പം തന്നെ ഇന്ന് ഉള്ള നമ്മുടെ നിലവിലുള്ള പാർട്ടിക്ക് പോലും സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിന് TVK പാർട്ടിക്കായിട്ട് കാത്തിരിക്കുകയാണ്. വയനാട് പോലെയുള്ള ജില്ലകളിൽ ഇന്ന് അദ്ദേഹത്തിന് TVK പാർട്ടി വളരെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കാത്തിരിക്കാം, TVK പാർട്ടി ഔദ്യോഗികമായി കേരളത്തിൽ വളരുമോ, ഒരു സംഘടനയായി, ഒരു പാർട്ടിയായി കേരളത്തിൽ രൂപപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മയെല്ലാം ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 2026 അദ്ദേഹം ഔദ്യോഗികമായി സിനിമാ ഫീൽഡിൽ നിന്നും വിരമിച്ചു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായ
ജനനായകൻ ഈ മാസം 23-ന് റിലീസുമായി. ഇത് നമ്മയെല്ലാം ഒരു വഴിയിൽ നമ്മയൊക്കെ വിഷമിപ്പിക്കുമെങ്കിലും നമ്മയൊക്കെ കണ്ണീരിലാഴ്ത്തുമെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിന് നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. TVK തമിഴ്നാടിൻ്റെ ഐശ്വര്യമായി മാറുമോ, മുഖപത്രമായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.